BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ദേശീയ വനവൽക്കരണ ക്യാമ്പയിനിന്റെ 3ാം ഘട്ടത്തിൽ രാജ്യത്തുടനീളം 40,000-ലധികം മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചു. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് 2021 ഒക്ടോബറിൽ ആരംഭിച്ച ഫോർ എവർ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായാണ് വനവൽക്കരണ പരിപാടികൾ. ബഹ്റൈന്റെ ഹരിതാഭ വർദ്ധിപ്പിക്കാനും കൃഷിയോടും ജൈവ വൈവിധ്യത്തോടുമുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടാണ് ഫോർ എവർ ഗ്രീൻ പദ്ധതി പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ പാതയോരത്തെ മരങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം കണക്കാക്കിയപ്പോൾ 1.8 ദശലക്ഷമായിരുന്നു. 2035 3.6 ദശലക്ഷമായി ഉയർത്തുകയാണ് ലക്ഷ്യം. വേപ്പ്, ചെമ്പരത്തി, ഫിക്കസ്, യൂക്കാലിപ്സ്, കാസിയ എന്നിവയുൾപ്പെടെ ഉള്ള തണൽ മരങ്ങളാണ് റോഡരികിലും ജംഗ്ഷനുകളിലും നട്ടുപിടിപ്പിക്കുന്നത്. ഈ മരങ്ങൾ രാജ്യത്തിന്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമാണ്. ഉയർന്ന ചൂടും വരൾച്ചയും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ വളരുന്നവയാണിവ. അതുകൊണ്ടാണിവ വനവൽക്കരണ പരിപാടിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിവിധ ഗവർണറേറ്റുകളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കി. സ്കൂളുകളിലും മറ്റും വിദ്യാഭ്യാസ വകുപ്പിന്റെ പിന്തുണയോടെ പദ്ധതി നടപ്പാക്കിയിരുന്നു. കാർബൺ വികിരണം കുറച്ചുകൊണ്ടുവരാനും ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 3ാം ഘട്ടത്തിൽ 40,043 മരങ്ങളും ചെടികളുമുള്ള 47 വനവൽക്കരണ പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. 4 ഗവർണറേറ്റുകളിലായി 14,243 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മരം നട്ടുപിടിപ്പിച്ചു. മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയം, സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ്, 4 മുനിസിപ്പാലിറ്റികൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇവ നട്ടുപിടിപ്പിച്ചത്. തെരുവുകൾ, പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, തീരപ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ പൊതുസ്ഥലങ്ങൾ, ഭവന നഗരാസൂത്രണ മന്ത്രാലയത്തിന്റെ 16 സൈറ്റുകൾ, പൊതു സ്വകാര്യ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടേതായ 12 സൈറ്റുകൾ എന്നിവയിലും മരം നട്ടു. സദേൺ ഗവർണറേറ്റ്, ക്യാപിറ്റൽ ഗവർണറേറ്റ്, മൊഹറക് ഗവർണറേറ്റ്, നോർത്തേൺ ഗവർണറേറ്റ് എന്നിവിടങ്ങളിലെല്ലാം പദ്ധതി നടപ്പാക്കി. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അസുദാനി ഇറാഖിലേക്ക് പുതുതായി നിയോഗിക്കപ്പെട്ട ബഹ്റൈൻ അംബാസഡർ ഖാലിദ് അഹമ്മദ് അൽ മൻസൂറിനെ സ്വീകരിച്ചു. ഇറാഖിലേക്ക് അംബാസഡറെ സ്വാഗതം ചെയ്ത അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കട്ടെയെന്നും ആശംസിച്ചു. ബഹ്റൈനും ഇറാഖും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട രീതിയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇമാം ഹുസൈൻ ക്ലിനിക്ക് ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അസൈദ് ജവാദ് ഹസൻ മനാമയിൽ ഉദ്ഘാടനം ചെയ്തു. ആശുറ പരിപാടികളുടെ ഭാഗമായി പ്രത്യേകമായാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുക. ക്യാപിറ്റൽ ഗവർണർ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ, ജഫ്രി വഖഫ് കൗൺസിൽ യൂസുഫ് ബിൻ സാലി അസാലിഖ്, പ്രാഥമികാരോഗ്യ കേന്ദ്രം ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ഇജ്ലാൽ ഫൈസൽ അൽ അലവി എന്നിവരും സന്നിഹിതരായിരുന്നു. ആശുറ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകണമെന്ന രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ആശുറ പരിപാടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. ആശുറ പരിപാടികൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുഴുവൻ സഹകരണവും മന്ത്രി വാഗ്ദാനം ചെയ്തു. 5 ലക്ഷം ദിനാറിന്റെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട പിടിയിലായ പ്രതികളുടെ റിമാൻഡ് 15 ദിവസം കൂടി നീട്ടാൻ ഉത്തരവ്. 84 കിലോ തൂക്കം വരുന്ന 18,500 മയക്കുമരുന്ന് ഗുളികകളാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്. 4 പ്രതികളാണ് സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലായത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എവിഡൻസിന്റെ കീഴിലുള്ള ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം റിമാൻഡ് നീട്ടാനാണ് പ്രോസിക്യൂഷൻ ഉത്തരവ്. മയക്കുമരുന്ന് വേട്ടയുടെ വീഡിയോ ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ജർമ്മൻ എംബസിയിൽ സൗരോർജ്ജ പദ്ധതി ഏർപ്പെടുത്തി. ഇതാദ്യമായാണ് ബഹ്റൈനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എംബസി കെട്ടിടത്തിൽ സൗരോർജ്ജ പദ്ധതി ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. വാർഷിക ഊർജ്ജ ഉപയോഗത്തിന്റെ 20% സൗരോർജ്ജ പാനലിൽ നിന്ന് ലഭിക്കുമെന്നും ജർമ്മൻ അംബാസഡർ ക്ലിമൻസ് ഹക്ക് വ്യക്തമാക്കി. ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് വന്ന ജർമ്മൻ എംബസിക്ക് പരിസ്ഥിതികാര്യ സുപ്രീം കൗൺസിൽ ചെയർമാനും പരിസ്ഥിതി എണ്ണക്കാര്യമന്ത്രിയുമായ ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ ദൈന, വൈദ്യുതി ജലകാര്യമന്ത്രി യാസർ ബിൻ ഇബ്രാഹിം ഹുമൈദാൻ എന്നിവർ പ്രത്യേകം ആശംസകൾ നേർന്നു. ഇവരുടെ കൂടി സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടവരും എംബസി ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു.
വടകര സൗഹൃദയ വേദിയുടെ ആഭിമുഖ്യത്തിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ സഹൃദയ വേദി അംഗങ്ങൾക്ക് പുറമെ നിരവധി പേർ പങ്കാളികളായി. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ മുഖ്യ അതിഥിയായിരുന്നു. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ വടകര സഹൃദയ വേദി നടത്തിവരുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ആർ പവിത്രൻ, സെക്രട്ടറി എം ശശിധരൻ, രക്ഷാധികാരി രാമത് ഹരിദാസ്, MC പവിത്രൻ, MP വിനീഷ്, MP അഷ്റഫ്, MM ബാബു, VP രഞ്ജിത്ത്, മുജീബുർ റഹ്മാൻ, K ശിവദാസ്, ഷാജി വളയം, രാജേഷ് സത്യൻ പേരാമ്പ്ര എന്നിവർ നേതൃത്വം നൽകി. നെടുങ്കണ്ടം പുഷ്പകണ്ഠത്തിന് സമീപം നാലുമലയിൽ അനധികൃത ട്രക്കിങ്ങിനെത്തിയ വിനോദസഞ്ചാരികളുടെ 22 വാഹനങ്ങൾ മലമുകളിൽ കുടുങ്ങി. ബംഗളൂരുവിൽ നിന്ന് ഓഫ് റോഡ് ട്രക്കിനെത്തിയ 38 പേർ അടങ്ങിയ സംഘത്തിന്റെ വാഹനങ്ങളാണ് അതിർത്തി മേഖലയിലെ മലമുകളിൽ കുടുങ്ങിയത്. നിരോധിത മേഖലയിലേക്ക് ഓഫ് റോഡ് സഫാരി നടത്തിയതിന് 22 ഡ്രൈവർമാർക്കെതിരെ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തു. അപകടകരമായ ഡ്രൈവിംഗിനും റവന്യൂ ഭൂമിയിൽ അനധികൃതമായി കയറിയതിനുമാണ് കേസ്. മോട്ടോർ വാഹന വകുപ്പ്, റവന്യൂ വകുപ്പ്, വിനോദസഞ്ചാര വകുപ്പ് എന്നിവയുടെ അനുമതിയില്ലാതെയായിരുന്നു ട്രക്കിംഗ്. മുൻപ് അപകടമുണ്ടായതിനാൽ മേഖലയിലേക്കുള്ള ഓഫ് റോഡ് സവാരി നിരോധിച്ചിരിക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളിയെ കാണാതായി. മറായമുട്ടം സ്വദേശി ജോയിയെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത തോട്ടിൽ കെട്ടിക്കിടന്ന മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത്. ജോയിക്കായി രാത്രി വൈകിയും തിരച്ചിൽ തുടരുകയാണ്. മാൻഹോളിലിറങ്ങി മാലിന്യം നീക്കാൻ രാത്രി 8ഓടെ റോബോട്ടിനെ എത്തിച്ചു. ടെക്നോ പാർക്ക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ജെൻ റോബോട്ടിക് വികസിപ്പിച്ച ബാൻഡിക്കൂട്ട് റോബോട്ടാണ് എത്തിച്ചത്. ഫയർഫോഴ്സും സ്കൂബ ഡ്രൈവിംഗ് സംഘവും സ്ഥലത്തെത്തിയെങ്കിലും തോട്ടിലെ കുന്നോളം മാലിന്യത്തിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. തോട് കടന്നു പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സ്ലാബുകൾ ഇളക്കി പരിശോധിച്ചെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല. 6 മണിക്കൂറോളം JCB ഉപയോഗിച്ച് തോട്ടിലെ മാലിന്യം നീക്കിയ ശേഷമാണ് മുങ്ങൽ വിദഗ്ധർ തോട്ടിലൂടെ മുന്നോട്ടു പോകാനായത്. ശനിയാഴ്ച രാവിലെ 11ഓടെയാണ് സംഭവം. മഴക്കാലപൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ മാസം റെയിൽവേ പൊതുമരാമത്തിനോട് അവരുടെ അധീനതയിലുള്ള ഈ ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ കരാർ നൽകിയത് പ്രകാരമാണ് ജോയ് ഉൾപ്പെടെ 4 പേർ ശുചീകരണത്തിനിറങ്ങിയത്. മാലിന്യം അടിഞ്ഞുകൂടിയ തോട്ടിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ടൺ കണക്കിന് മാലിന്യമാണ് ഇവർ പുറത്തെത്തിച്ചത്. എന്നാൽ ശനിയാഴ്ച നഗരത്തിലുണ്ടായ അപ്രതീക്ഷിത മഴയിൽ തോട്ടിലെ ജലനിരപ്പ് ഉയർന്നു. അതിശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് കരയ്ക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ജോയി ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. മാലിന്യത്തിൽ മുങ്ങിത്താഴ്ന്ന ജോയിയെ രക്ഷപ്പെടുത്താൻ സുഹൃത്തുക്കൾ കയർ എറിഞ്ഞുകൊടുത്തെങ്കിലും മുങ്ങിത്താഴുകയായിരുന്നു. മലപ്പുറം നിലമ്പൂരിൽ പകർച്ചവ്യാധികൾ പടരുന്ന നിലമ്പൂർ മേഖലയിൽ മലേറിയയും റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒഡീഷ സ്വദേശിക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത്. ഇയാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗം ഗൗരവത്തിൽ കാണണമെന്നും നടപടികൾ ശക്തമാക്കിയതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. H1N1, ഡെങ്കിപ്പനി, കോവിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയവയ്ക്ക് പുറമെയാണ് നിലമ്പൂർ മേഖലയിൽ മലേറിയയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് വെള്ളിയാഴ്ച മരിച്ച നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിലെ അധ്യാപകൻ അജീഷിന്റെ 2 ബന്ധുക്കൾ ഉൾപ്പെടെ 12 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. 15 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 20 പേർക്ക് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു. ഒരു കോവിഡ് രോഗിയുമുണ്ട്. എല്ലാവരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പകർച്ചവ്യാധികൾ ഏറിയതോടെ ജില്ലാ ആശുപത്രിയിൽ പ്രത്യേക വാർഡ് സജ്ജീകരിച്ചു. വേഗം പടർന്നതിനാൽ H1N1 രോഗികളെ കിടത്തി ചികിത്സിക്കാനാണ് പ്രത്യേക വാർഡ് ഒരുക്കിയത്. 20 ബെഡുകളാണുള്ളത്. ജില്ലാ ആശുപത്രിയിലെ തന്നെ സാന്ത്വന ചികിത്സാ വിഭാഗത്തിന്റെ വാർഡിലാണിത്. മലയോരത്ത് പകർച്ചപ്പനിയും വ്യാപകമായിട്ടുണ്ട്. ദിവസേന 400-നടുത്തുള്ളവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വരുന്നുണ്ട്. ജില്ലാ ആശുപത്രിയായി ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും താലൂക്ക് ആശുപത്രിയിലെ സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത്. അതിനാൽ കിടത്തി ചികിത്സ നൽകാൻ അധികൃതർ ബുദ്ധിമുട്ടുകയാണ്. പാലക്കാട് കൂട്ടുപാതയിലെ സർക്കാർ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ചു പോയ 19 പെൺകുട്ടികളെയും അധികൃതർ തിരികെ എത്തിച്ചു. വീട്ടിലേക്ക് പോകണമെന്ന് ചിലരും TV, ഫോൺ ആവശ്യങ്ങളുമായി മറ്റു ചിലരും അധികൃതരോട് പരാതിപ്പെട്ടിരുന്നതായും കസബ പോലീസ് അറിയിച്ചു. എല്ലാവരും 14 വയസ്സിന് മുകളിലുള്ളവരാണ്. വെള്ളിയാഴ്ച രാത്രി 7ഓടെയാണ് ഇവർ പോയത്. വിവരം അറിഞ്ഞുടൻ പോലീസ് നടത്തിയ സമയോചിത ഇടപെടലിലാണ് മുഴുവൻ പേരെയും തിരികെ എത്തിക്കാനായത്. ദേശീയപാതകളിലും മറ്റും രാത്രി വൈകിയും വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11ഓടെ 14 പേരെ പരിസരത്ത് നിന്ന് ജീവനക്കാർ കണ്ടെത്തിയിരുന്നു. ബാക്കിയുള്ളവരെ പുലർച്ചെ പാലക്കാട് കല്ലേപ്പുള്ളി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. മലമ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന നിർഭയ കേന്ദ്രം മാസങ്ങൾക്ക് മുൻപാണ് കൂട്ടുപാതയിലെ വാടക വീട്ടിലേക്ക് മാറ്റിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.